വായുമലിനീകരണം അതീവ ഗുരുതരമായ സാഹചര്യത്തിലേക്ക് നീങ്ങിയതോടെ കൃത്രിമ മഴ പെയ്യിക്കണമെന്ന ആവശ്യവുമായി ദില്ലി സർക്കാർ. വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇടപെടണമെന്നാവശ്യപ്പെട്ട ദില്ലി പരിസ്ഥിതി മന്ത്രി ഗോപാൽ റായ് കേന്ദ്ര സർക്കാരിന് കത്തയച്ചു. 4ാം ഘട്ട നിയന്ത്രണം ഏർപ്പെടുത്തിയില്ലെങ്കിലും വായു ഗുണനിലവാര സൂചിക 500-ന് മുകളിൽ എത്തിയിരിക്കുകയാണ്. ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാൻ 4ാം ഘട്ടം നടപ്പിലാക്കി മുന്നോട്ടു പോയെങ്കിലും വായു മലിനീകരണം കുറയുന്നില്ല. വായു ഗുണനിലവാര സൂചിക പലയിടത്തും 500-ന് മുകളിലെത്തി. ഇനി കൃത്രിമ മഴ പെയ്യിക്കാതെ വേറെയൊന്നും ചെയ്യാനില്ലെന്ന നിലപാടിലാണ് ദില്ലി സർക്കാർ. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ദില്ലി പരിസ്ഥിതി മന്ത്രി ഗോപാൽ റായ് കേന്ദ്ര സർക്കാരിന് കത്തയച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഷയത്തിൽ ഇടപെടണമെന്നും അദ്ദേഹത്തിന് ധാർമ്മികമായ ഉത്തരവാദിത്തമുണ്ടെന്നും കത്തിൽ വിമർശിക്കുന്നു. കഴിഞ്ഞ വർഷം കാൺപൂർ IITയുമായി കൃത്രിമ മഴ സംബന്ധിച്ച് നടന്ന ചർച്ചകളും സർക്കാർ വിശദീകരിച്ചിട്ടുണ്ട്. ദില്ലിയിൽ നിലവിൽ സ്കൂളുകൾ പൂർണ്ണമായും അടച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തി. സ്വകാര്യ വാഹനങ്ങൾക്ക് ഇരട്ട ഒറ്റയക്ക നമ്പർ എന്ന നിലയിൽ ക്രമീകരിച്ചു. ഡീസൽ വാഹനങ്ങളെയും നിയന്ത്രിച്ചിട്ടുണ്ട്. എന്നിട്ടും അന്തരീക്ഷ മലിനീകരണം കുറയാത്തത് വലിയ ആരോഗ്യ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ആശുപത്രിയിലെത്തുന്ന രോഗികളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. അതിനിടെ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ വൈക്കോൽ കത്തിച്ച സംഭവങ്ങൾ AAP ഭരിക്കുന്ന പഞ്ചാബിലാണെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നു. 1251 സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. പഞ്ചാബ് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ കണക്കുകൾ പ്രകാരം 9655 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഹരിയാന, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ സംസ്ഥാനങ്ങളിൽ കാർഷിക അവശിഷ്ടങ്ങൾ കൂട്ടത്തോടെ കത്തിക്കുന്നത് തുടരുകയാണ്. എന്നാൽ ഇവ പൂർണ്ണമായും അവസാനിപ്പിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകാതെ പരസ്പരം രാഷ്ട്രീയ ആരോപണങ്ങളാണ് BJPയും ആം ആദ്മിയും. കൈരളി ന്യൂസ്, ദില്ലി.